പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ പ്രായമായ അമ്മയുണ്ടാകും, സഹോദരിമാരുണ്ടാകും, പ്രായപൂർത്തിയാകാത്തവരുണ്ടാകും, ഇതെല്ലാവരും ഉണ്ടാകും. ഇതിപ്പോഴേ തൊടുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മക്കളെ നമ്മുടെ അമ്മമാരും അതുപോലെ സഹോദരിമാരും ഭാര്യമാരും ഒക്കെ ജീവിക്കുന്നത്? അതായത് ഇതുപോലെയുള്ള കുറേ ഇത്തിൽ കണ്ണികൾ ഉണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കാനാണ്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇതിപ്പോഴും നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബസ് സ്റ്റാൻഡിൽ, അവിടെ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോൾ ബസ്സൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ബസ് കിട്ടാത്തപ്പോഴേ ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു 3-4 യുവാക്കൾ വരികയാണ്. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവൻ്റെ ഒന്നും വീട്ടിൽ അമ്മയും പകമാർന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താ സംഭവിക്കുവാന്ന്. അങ്ങനെയാണ് അതുവഴി വന്ന് ആ പേടിച്ച് അരണ്ട് നിൽക്കുകയാണ് യുവതി. അതായത് ഭയന്ന്, ഒരാളുമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരും ഇടപെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലോറി വരുന്നത്. ഏതായാലും ആ ലോറി കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവർ കൈകാട്ടി നിർത്തുന്നു. ആ ലോറിക്കാരൻ ഇവരെ രക്ഷിക്കുകയാണ്. രക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുറകെ പോയിട്ട് ആ യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട്, ആ സ്ത്രീയെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്ന ഒരു രംഗമാണ്. ഇതിനിടയിൽ ആ സ്ത്രീ എന്ത് ചെയ്തു വെച്ചാൽ നേരെ പോലീസ് കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ പോലീസുകാർ വരുന്നു. ഈ മൊയന്തുകളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഉള്ളിലാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം തന്നെ, ഈ മൊയന്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വലിയ കുടുംബങ്ങളിലേതാണ്. അതായത് വലിയ പണക്കാരായ മൊയന്തുകൾ തന്നെയാണ് ഈ ടീമുകൾ മുഴുവൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവറ്റകളുടെ തന്തയെയും തള്ളയെയും വരെ എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലിട്ട് നാറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരെ പടച്ചുവിട്ട ഇവൻ്റെ തന്തയും തള്ളയും ഒക്കെ വെളിയിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പറ്റുമെങ്കിൽ ഇവന്മാരുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും സകല ആൾക്കാരെയും, അതായത് ഇവനെ പോലെയുള്ള ഒരുത്തനെ വളർത്തി വിട്ടതിൻ്റെ ശിക്ഷയായിട്ട് അവർക്കും കൂടി ഇതിൻ്റെ അകത്ത് പങ്കുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഇവന്മാർ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല. ഇവന്മാരെ വളർത്തിക്കൊണ്ടുവന്ന തന്തയെയും തള്ളയെയും ആദ്യം അവറ്റകളെയാണ് ഒന്നാം പ്രതിയായിട്ട് എടുത്ത് ഉള്ളിലിടേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ ഭൂസ്വത്തുക്കൾ മരവിപ്പിക്കുക, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക. അങ്ങനെ കേസ് കഴിയുന്നത് വരെ ഇവറ്റകൾക്ക് 5 പൈസ അതിൻ്റെ അകത്തുനിന്ന് തൊടാൻ കഴിയാത്ത വിധത്തിലാണെങ്കിൽ ഇവന്മാരല്ല ഒരുത്തന്മാരും കുറ്റകൃത്യത്തിൽ ഏർപ്പെടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഇതുപോലെ പൊതുജനങ്ങൾക്ക് ശല്യമായി മാറുന്ന ചില ടീമുകളുണ്ട്. അവന്മാരെയൊക്കെ പിടിച്ച് ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ സ്വത്തുക്കൾ മരവിപ്പിച്ചു കൊടുക്കുക വേണ്ടത്. എന്നാലും മാത്രമേ മറ്റുകൾ പഠിക്കത്തുള്ളൂ. ഇതിപ്പോഴെന്താ സംഭവം എന്ന് പറഞ്ഞ് ഇനി ഒരു ഒത്തുതീർപ്പിന് പോകും. അതായത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഊച്ചാളി രാഷ്ട്രീയക്കാരുണ്ടാകും. ആ രാഷ്ട്രീയക്കാർ പറയും 1-2 എടുത്തു വെച്ചോ എന്ന് നമ്മൾ പോയിട്ട് ഒത്തുതീർക്കാന്ന് പറയും. പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് അവരെ കാണും. നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് നാണം കെട്ടുപോകും, നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയായി പോകും, നിങ്ങൾ കേസിന് പോയി കഴിഞ്ഞാൽ അങ്ങനെയായി പോകും എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്നീട് അങ്ങ് ഭീഷണിയാണ്. അതുമാത്രവുമല്ല, ഇനി അവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആ നാട്ടിൽ അവരെ നിൽക്കാൻ വിടൂല. കാരണം എന്താ വെച്ചാൽ അതുപോലെയുള്ള ഒരുത്തനായിരിക്കും ഈ മധ്യസ്ഥന് പോയ ഈ രാഷ്ട്രീയ നേതാവ്. അവൻ പിന്നീട് എന്ന് പറഞ്ഞ് എങ്ങനെയല്ലോ കൂടിയിട്ട് ഇത് ഒതുക്കും. ഇവരടുത്ത് വന്നിട്ട് പറയും 2 രൂപ കൊടുത്താൽ ഒതുക്കാം, 2 രൂപ 2 ലക്ഷം അങ്ങനെ കൊടുത്താൽ ഒതുക്കാം എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ ആ പൈസ വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള പല സംഭവങ്ങളും നടക്കുന്നത്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നിട്ട് സമാധാന ജീവിതം എന്തിനെ കളയണം. ഇപ്പോഴും ഇവർ കേസിന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയേണ്ടത്, ഇവർക്ക് ഒരുപാട് സമാധാനം പോയി കിട്ടും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നാളെ ഇപ്പോൾ യുവന്മാർ വന്നിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഈ ടീമുകൾ, ഈ വണ്ടിയിൽ വരുന്ന ടീമുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരാ സമാധാനം പറയുക? ആരെങ്കിലും ഉണ്ടാവുമോ? കുറേ നാൾ നമ്മളിങ്ങനെ അന്തിച്ചർച്ചയിൽ ഇങ്ങനെ ഉണ്ടാകും. ഒരു 3-4 ദിവസം നമ്മളിങ്ങനെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും ഒരാൾ പോലും ഇവരുടെ കൂടെ ഉണ്ടാകുമോ? ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മുടെ സഹോദരിക്കാണോ അമ്മയ്ക്കാണോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കിയാട്ടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് ഇവർക്കൊന്നും നടക്കണ്ടേ, ജോലി ചെയ്യാൻ പോകണ്ടേ? ഇവരൊന്നും വേറെ ഒരു പരിപാടിക്ക് ഇരുന്നും പോയതൊന്നുമല്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോയതാണ്. വൈകുന്നേരം വരുമ്പോഴേക്ക് ചിലപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ജോലിക്ക് ജോലി ചെയ്യിപ്പിക്കുന്ന മുതലാളിമാരോട് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ സ്ത്രീകൾ നിങ്ങൾ ഒരു 5:30 മണിയാകുമ്പോഴേക്ക് അവരെ വിടണമായിരുന്നു. അതായത് 5:30 മണിക്കോ 7:30 മണിക്കോ 8:30 മണിക്കെല്ലാം പോകുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഏതൊരുത്തനാന്ന് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി പെട്രോളാണോ, ആസിഡാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഇവന്മാർ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ. പിടിച്ചു കഴിഞ്ഞാൽ പറയും ഇവർ 4 കേസിൽ പ്രതിയാണ്, 5 കേസിൽ പ്രതിയാണ്. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു യുവതീന ഒരുത്തൻ കൊലപ്പെടുത്തി. ഓൻ 2 കേസിൽ പ്രതിയാവൂലും വേറെ അതേപോലെയുള്ള കേസിൽ. എന്നിട്ട് അവൻ വെളിയിലിറങ്ങി നടന്നിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ജയിലിൽ കിട്ടുന്ന പരിരക്ഷയും സുഖവും അതുപോലെ സമാധാനവും കാര്യങ്ങളും ഒക്കെയല്ലേ.
അതായത് ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഓൻ വീണ്ടും വീണ്ടും കുറ്റം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എവിടെയും കിട്ടുന്നില്ല. പണ്ടൊക്കെ ജയിലിൽ എന്ന് പറഞ്ഞാൽ നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ട്രീറ്റ്മെന്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ യുവന്മാർ അങ്ങ് ഇങ്ങോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒടുങ്ങണം. അല്ലാതെ ഇങ്ങനെ നല്ല രീതിയിൽ ബിരിയാണിയും അതുപോലെ തന്നെ ചപ്പാത്തിയും കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ ശരിയാവുക? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ നമുക്കിങ്ങനെ വായി കൊണ്ട് പറയാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉദ്യോഗസ്ഥന്മാർ ഇത് കൊടുത്തില്ലെങ്കിലില്ലേ അവന്മാർക്കും കുടുംബമുണ്ട്, ആ ഉദ്യോഗസ്ഥന്മാർക്കും കുടുംബമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെ ജീവനം അവരെ പിന്നീട് ജീവിക്കാൻ വിടൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഭയമുണ്ട്. ഗവൺമെന്റ് ജോലിക്കാരനായാലും പോലീസുകാരനായി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ മറ്റുള്ളവരായി കഴിഞ്ഞാലും ഇവർക്കൊക്കെ ഭയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു പ്രാവശ്യം, അതായത് ഇവരുടെ ആ യൂണിഫോം അയക്കുന്ന ഒരു ദിവസം വരും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഒരുപാട് ഭീഷണിക്കോള് വരും. നിന്നെ ഞാൻ സമാധാനത്തോടു കൂടി നിൽക്കാൻ പാടില്ല. അവർക്കും ഉണ്ടാവില്ലേ മക്കളും ഭാര്യയും, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെന്താ കരുതുന്നത്, അയ്യോ വേണ്ട, എന്തിനാണ് വെറുതെ അവനുമായിട്ട് കൊമ്പ് ഓർക്കുന്നത്, നമുക്ക് നമ്മുടെ ശമ്പളവും വാങ്ങിച്ച് പോയാൽ പോരെ എന്നുള്ള തരത്തിലാണ്. എൻ്റെ അഭിപ്രായത്തിന് ഇവിടെയുള്ള ജയിലുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള പോലീസുകാരെയോ അങ്ങനെയെങ്ങാറ്റായിരിക്കണം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നാലും വേണ്ടിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രത്തോളം ഇതായിരിക്കണം. ഇവിടെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പേടിയുണ്ടാവും. കാരണം കേരളത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിക്ക് ഇപ്പോൾ അവൻ്റെ വീട് കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും എന്നുള്ള ഭയം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ലഹരി കേസായാലും ശരി, വേറെ ഏത് കേസായാലും ശരി, ഇതൊക്കെ അന്വേഷിക്കാനും പിടിക്കാനും ഒക്കെ എൻ്റെ അഭിപ്രായത്തിനില്ലേ കുറച്ചെണ്ണത്തിനെ വെളിയിൽ നിന്നും കൂടി കൊണ്ടുവരണമായിരുന്നു. അതാ വേണ്ടത്. ഈ പിന്നെ എന്താ വേണ്ടത്, ചില നമ്മൾ കാണുന്നില്ലേ ടിബറ്റൻ പോലീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പോലീസ് അങ്ങനെ എന്തല്ലോ പോലീസ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെയുള്ള കുറച്ചെണ്ണത്തിനെ റിക്രൂട്ട് ചെയ്തിട്ട് നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുപോവാ. അതാണ് പറയാനുള്ളത്. കേരളത്തിലേക്കും കുറച്ചെണ്ണത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളിലും നിൽക്കും. കാരണം എന്താ അറിയാം, ഒന്നാമത് ഭാഷ അറിയില്ല, രണ്ടാമതെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് ആരെ ഭീഷണിപ്പെടുത്താൻ എവിടെ പോയിട്ട് കണ്ടുപിടിക്കാനാണ്? ഇപ്പൊ ഈ ആസാമിലും ബീഹാറിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് മധ്യപ്രദേശും അവിടെ എവിടെയെല്ലാം ഉള്ള ആൾക്കാരായിരിക്കും. അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എവിടെ കണ്ടുപിടിക്കാനാണ്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ജയിലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറേണ്ടതുണ്ട്, കൃത്യമായിട്ട് മാറേണ്ടതുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഭയമുണ്ട്. ഭയമില്ലാതെ ആരുമില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിഫോം അയച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും വേണ്ട. ഇനി പോന്ന പോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിന് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ പോരെ, ആ കല്ലെടുത്ത് അത് പൊട്ടിക്കഴിഞ്ഞാൽ ആരനുഭവിക്കേണ്ടത്? അതുപോലെ പലപ്പോഴും തന്നെ പലരും ഭയന്നുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ പൂട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പൂട്ടണം. അതിന് ഒരാൾക്ക് പോലും ആംബിയറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ വീട്ടുകാരൊക്കെ നല്ല ക്യാഷുള്ള ടീമായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല പിടിപാടുള്ള ടീമായിരിക്കും. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ജനങ്ങളെ ഇതുപോലെ ഇതാക്കിക്കൊണ്ടിരിക്കും. എന്നല്ലാതെ ഇവരെ പേരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. തൊടുപുഴയിലെ നല്ലവരായ ജനങ്ങൾ, പ്ലീസ് എല്ലാവരോടും ഒരു അപേക്ഷയാണ്, ഇവറ്റകളുടെ വീട്ടുകാരുടെയോ മറ്റവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് എന്താ പറയാൻ, ആരോട് പറയാനാന്ന്.